Watch India's largest kids library only on Jio Hotstar. Download the app now. ഓ ആ പട്ടം കണ്ടോ? എത്ര ഉയരത്തിലാണ് അത് പറക്കണമെന്നൊന്ന് നോക്കിക്കേ. നീ പറഞ്ഞത് ശരിയാ, ആ പട്ടം വളരെ വ്യത്യാസമായിട്ടുണ്ട്. അതാരായിരിക്കും പറപ്പിക്കുന്നേ? ആളെ കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ആ പട്ടം അത് ആ വീട്ടിന്റെ ടെറസിൽ നിന്നാ വരുന്നെന്നാ. പക്ഷെ കൈ മാത്രമേ കാണുന്നുള്ളൂ, മുഖം കാണുന്നേ ഇല്ല. പട്ടം അല്ല, പട്ടം പറപ്പിക്കുന്നവനായിരിക്കണം ബഹുമെടുക്കൻ. ഒരു മിനിറ്റ് കൊണ്ടേ ഞാൻ ആ പട്ടം മുറിപ്പിച്ച് കാണിച്ചു തരണോ? അതെ, നിങ്ങൾക്കറിയോ, ഒരു തവണ ഞാൻ എന്റെ ഗ്രാമത്തിൽ ഇങ്ങനെ പട്ടം പറപ്പിക്കുമ്പോ അവിടെ ഉള്ള എല്ലാ പട്ടത്തിനും മിനിറ്റ് വെച്ച മുറിച്ച് താഴെയിട്ടത്. ആരും നിന്റെ പട്ടം ശരിക്കും മുറിച്ചിരിക്കുന്നു. എന്തു പറയണു കുട്ടികളെ, നിങ്ങളുടെ പട്ടം പറപ്പിക്കലൊക്കെ എത്ര വരെയായി? എന്റെ പാട്ടിനൊപ്പം നിങ്ങൾ പട്ടം പറപ്പിക്കുകയാണെങ്കിൽ അത് എത്ര രസമായിരിക്കും. ഒരു കൈ നോക്കിയാലോ? ഞാൻ കാണിച്ചു തരാം പട്ടം എങ്ങനെയാ മുറിക്കേണ്ടതെന്ന്. നീ എന്താ ഒന്നും പറയാത്തത് ശിവ? മുത്തശ്ശ, ഒന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യോ. ഞാൻ ഇപ്പോഴാണ് പട്ടത്തെ വീഴ്ത്താൻ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മുറിച്ചിട്ടോട്ടെ. ദാ ഇപ്പോ 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 അയ്യോ. ശിവ, ദേ വേറൊരു പട്ടം വന്നു. ഇത്ര നന്നായിട്ട് ആരാ പട്ടം പറപ്പിക്കണെന്ന് അറിയില്ലല്ലോ. കൈയല്ലാതെ മുഖം കാണുന്നേ ഇല്ല. ഇനി എന്റെ ഊഴമാണ്. നോക്കൂ ഞാൻ എങ്ങനെയാണ് പട്ടം കട്ട് ചെയ്യുന്നതെന്ന്. മുത്തശ്ശൻ ആദ്യം ഒന്ന് പട്ടം പറപ്പിക്ക. പട്ടം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടം പറപ്പിക്കേണ്ട ആവശ്യമില്ല. പിള്ളേര് രക്ഷപ്പെട്ടു. ഇനി അവര് മനസമാനത്തോടെ പട്ടം പറപ്പിക്കട്ടെ. നിൽക്കടാ ശിവ, നിൽക്കടാ ശിവ. ശിവ, വേഗം ഒന്ന് അവിടെ നോക്കേ. ആ വലിയ പട്ടം വീണ്ടും വന്നിരിക്കുന്നു. ഏതാമിനേക്കാളും വലിയൊരു മോഷ്ടാവ് ഈ ലോകത്ത് എവിടെയുമില്ല. എന്റെ മോഷണത്തെ പറ്റി ഒരാൾക്കും എത്തും പിടിയും ഉണ്ടാവില്ല. ഏതാമിനേക്കാളും വലിയൊരു രാക്ഷസൻ വേറെ എവിടെയും ഉണ്ടാവില്ല. എന്താ നിങ്ങൾ പറയണേ? ജനലും വാതിലൊന്നും തുറക്കാതെ തന്നെ മോഷണം നടന്നിരിക്കുന്നു എന്നോ? ഇതെങ്ങനെ ഞാൻ വിശ്വസിക്കും?
ഇതിനകത്തുള്ളവർ തന്നെ ആയിരിക്കും ചിലപ്പോ മോഷണം നടത്തിയിട്ടുണ്ടാവുക. അതിന് ഈ ലഡ്ഡു സിംഗ് എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയണേ? പറ നിങ്ങൾ തന്നെ ഒന്ന് പറ. ഇനി ഇയാള് ശിവനെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. സോയയിട്ട് ഒന്നും ചെയ്യില്ല. എന്റെ ശിവ വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ. മുത്തശ്ശി വിഷമിക്കണ്ടെന്നേ, ലഡ്ഡു സിംഗിന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. ഇപ്പൊ വരാം. ദാ ഇത് കുടിച്ചോളോ. എന്റെ കുടല് പോയി. ഇത് എന്ത് തരം ജ്യൂസ് എനിക്ക് തന്നിരിക്കുന്ന? സാറേ, അത് മുളക് ജ്യൂസ് ആയിരുന്നു. പച്ചമുളകും ചുവന്ന മുളകും ചേർത്തുള്ള കോക്ടെയിൽ ജ്യൂസാണ് ഇപ്പൊ കുടിച്ചത്. എന്ത് എന്ത് കോക്ടെയിൽ ജ്യൂസോ? വെള്ളം വെള്ളം വെള്ളം. മുത്തശ്ശി, നിങ്ങൾ എന്ത് പണി കാണിച്ചത്? വെള്ളം വെള്ളം, എനിക്ക് വെള്ളം താ. ലഡ്ഡു സിംഗ് സാർ, സാറേ, നമുക്ക് ബൈക്കിൽ പോകാം. സ്വന്തം ഒരു ബൈക്ക് ഉണ്ടായിട്ട് ഈ സാറിനൊരു കാര്യം. സാറേ ഇവിടെ നിന്നേ. സാറേ, സാറിന്റെ വയറിനത് എന്ത് പറ്റി? ലഡ്ഡു സിംഗ് സാർ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ശിവ, ഞാൻ ആ ഭീം സിംഗിനെ ജയിലിന്റെ അകത്ത് പിടിച്ചിടും. എന്നിട്ട് എന്നും രാത്രി രാവിലെ അവനെ കൊണ്ട് ചില്ലി ജ്യൂസ് കുടിപ്പിക്കും. എന്റെ കുടലും കരളും എല്ലാം വെന്ത് പോയി. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. ലഡ്ഡു സിംഗ് സാർ, ഭീം സിംഗിനെ ജയിലിടുന്ന കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, കള്ളൻ വാതിലും ജനലും ഒന്നും തുറക്കാതെ എങ്ങനെ മോഷണം നടത്തുന്നു എന്നാണ്. ഇന്ന് രാത്രി ഞാനത് അന്വേഷിക്കാൻ പുറപ്പെടും. എങ്ങനെങ്കിലും ആ രഹസ്യം മനസ്സിലാക്കിയേ പറ്റൂ. ചെലപ്പോ കള്ളൻ ഏലിയൻ ആണെങ്കിലോ? ഏലിയന് മാത്രമേ വാതിലൊന്നും തുറക്കാതെ അകത്ത് കയറാനുള്ള കഴിവുള്ളൂ. ഒരിക്കലും മോഷ്ടിക്കാറില്ല. എപ്പോ നോക്കിയാലും നിനക്ക് ഏലിയന്റെ വിചാരേ ഉള്ളൂ. ശിവ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പെട്രോളിംഗ് ചെയ്യാം. ശിവ, നിങ്ങൾ എല്ലാവരും ചേർന്ന് പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനും വേഷം മാറി നിങ്ങളോടൊപ്പം അന്വേഷിക്കും. ലഡ്ഡു സിംഗ് സാറേ, എന്താണ് ഈ കള്ളന്റെ വേഷമൊക്കെ ഇട്ട് വന്നിക്കണേ? അവർക്ക് കാണുമ്പോ എന്നെയും കള്ളറായിട്ട് തോന്നണം, അത് തന്നെ. ഇതൊക്കെ ഒരു ഐഡിയ അല്ലേ? എന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് നമ്പറുണ്ട്. അവൻ എന്തായാലും എന്നെ കാണാൻ വരും. അപ്പൊ ഞാൻ അവനെ കയ്യോടെ പിടിക്കും. അത് കണ്ടോ, കള്ളനാ കുട്ടികളുടെ അടുത്ത്. ഏയ് കള്ള, അവിടെ നിൽക്കേ. ആ കള്ളൻ കുട്ടികളെ കൊണ്ട് മോഷ്ടിപ്പിക്കാൻ നോക്കുക, കണ്ടില്ലേ? അവിടെ നിൽക്കണോ ടോമി, ഹീര, അവനെ ചെന്ന് പിടിക്കേ. ലഡ്ഡു സിംഗ് സാറേ, ഓടിക്കോ. അവരുടെ വിചാരം നമ്മൾ കള്ളന്മാരാണെന്നാണ്. വേണ്ട വേണ്ട, ഞാൻ കള്ളനല്ല, എന്നൊന്നും ചെയ്യല്ലേ. ശിവ, ഹെൽപ്പ്! 2 ഡോഗുകളും നമ്മൾ കള്ളന്മാരാണെന്ന് വിചാരിച്ച് പുറകെ വരുവാണ്. വേണ്ട 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 വേണ്ട, എന്നെ കടിക്കല്ലേ, രക്ഷിക്കണേ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, എന്നെ കടിക്കല്ലേ, എന്നെ കടിക്കല്ലേ. വേണ്ട, എന്നെ രക്ഷിക്കണേ. ലഡ്ഡു സിംഗ് സാറേ, എണീറ്റ് വേഗം ഓടിക്കോ, അല്ലെങ്കിൽ ആൾക്കാര് വന്നാലോ? ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്, പക്ഷെ ആ ഡോഗീസ് എന്നെ വിട്ടില്ല. ഈ കള്ളനെ അടിക്കൂ, വിടരുത്. ഞാൻ കള്ളനല്ല, ഞാനൊരു പോലീസുകാരനാണ്. ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ കള്ളനല്ല, പോലീസാണ്. കുട്ടികളെ കൊണ്ട് മോഷ്ടിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. ഇവനെ ഒന്നും വിടാൻ പാടില്ല. ഇനി ചെയ്യൂ നീ. ഇവനെ പിടിച്ച് നമുക്ക് ലഡ്ഡു സിംഗിനെ ഏൽപ്പിക്കാം. എല്ലാവരും വരൂ. എടോ, ഞാനാണോ ആ ലഡ്ഡു സിംഗ്. അവിടെ നിൽക്ക. എങ്ങോട്ട് എല്ലാരും ഓടിപ്പോന്ന്? അവിടെ നിൽക്കാൻ. നിൽക്കാനല്ല പറഞ്ഞേ.
ഒരു ബാക്ക് റൂട്ടിന്ന് ഒരു കള്ളനെ ഇപ്പൊ മോഷ്ടിച്ചു പോകുന്നത് ഞാൻ കണ്ടു. നമുക്കൊരു കാര്യം ചെയ്യാം രേവ, ഞാനിപ്പോ അയാളുടെ പുറകെ പോവാം. എത്രയും പെട്ടെന്ന് നിങ്ങളും വരണം. ഇതാരാണെന്ന് അറിയില്ലല്ലോ, എന്റെ പിന്തുടർന്ന് ഇങ്ങനെ വരുന്നത്. വഴിയിൽ വേഗം മാറുകുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, റെഡ് ഡയമണ്ട് മോതിരയിട്ടവനാണ് കള്ളനെങ്കിൽ അയാൾ ഇന്ന് തീർച്ചയായിട്ടും പട്ടം പറപ്പിക്കാൻ വരില്ലെന്ന് തോന്നുന്നു. അയാൾ വരും. അയാൾക്കറിയില്ല അയാളെ ഞാൻ മനസ്സിലാക്കിയെന്നുള്ള കാര്യം. അയാൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ കയ്യിലുള്ള റെഡ് ഡയമണ്ട് മോതിരം ഞാൻ ശ്രദ്ധിച്ചെന്ന കാര്യം അയാൾക്കറിയില്ല. ഇതാ കണ്ടില്ലേ, അയാൾ വന്നു. ആദി, നീ ഒന്ന് പട്ടം പറപ്പിക്ക്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ അങ്കിൾ, സുഖാണോ? ഇന്നലെ രാത്രി നിങ്ങൾ രക്ഷപ്പെട്ടു, പക്ഷെ ഇപ്പൊ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാ? ഓ, അപ്പൊ നീ എന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലേ? എന്നെക്കാളും വലിയ മോശമായ ഒരു രാക്ഷസൻ വേറെ എവിടെയും ഉണ്ടാകില്ലോ കുട്ടി. അങ്കിൾ ആള് കൊള്ളാലോ, ക്ഷമയോടെ ഇരുന്ന് ചായ രുചിച്ച് കുടിക്കുന്നല്ലോ. എലി മനഃപൂർവ്വം പാമ്പിന്റെ വായിൽ കുടുങ്ങാൻ വന്ന പാമ്പ് വെറുതെ ഇരിക്കുവോ? നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വന്ന വഴി വേഗം തിരിച്ചു വിട്ടോ കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ.
ശിവ ശിവ എന്നാണ് എന്റെ പേര്. വേണ്ട വേണ്ട, എന്നെ താഴേക്ക് ഇറക്ക്, എന്നെ താഴേക്ക് ഇറക്കാൻ. വേണ്ട വേണ്ട, വിട് എന്നെ വിടാൻ. രേവ, ഞാൻ നിങ്ങളോടൊപ്പല്ലേ വന്നത്, നീ എന്തിനാ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നേ? വേണ്ട, എന്നെ വിട്ടേക്ക്. രക്ഷിക്കണേ ശിവ, നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ഞാൻ വിചാരിച്ചു എന്നെക്കാളും വലിയൊരു രാക്ഷസൻ ഈ ലോകത്ത് വേറെ എവിടെയും ഉണ്ടാകില്ലെന്ന്. പക്ഷേ നീ എന്നെ കടത്തി വെട്ടിയല്ലോ മോനെ. എന്നെ അറസ്റ്റ് ചെയ്തേക്ക് ലഡു സിക്സർ. എന്നെ ആരെങ്കിലും വേഗം ഒന്ന് താഴേക്ക് ഇറക്ക്, എന്നിട്ട് വേണ്ട എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ. Watch India's largest kids library only on Geo Hotstar. Download the app now.